നമസ്കാരം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സംയോജനത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. രണ്ട് അല്ലെങ്കിൽ അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ വരുമ്പോൾ അതിനെ ഗ്രഹ സംയോജനം എന്നാണ് പറയുക. ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സംയോജനം കാരണം പല തരത്തിലുള്ള ശുഭകരമായ രാജയോഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ജൂണിൽ സൂര്യന്റെയും ശുക്രന്റെയും സംയോജനം രൂപാന്തരം കൊള്ളുന്നതാകുന്നു. സന്തോഷവും മഹത്വവും നൽകുന്ന ഗ്രഹമായ ശുക്രൻ ജൂൺ 12 മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. അതിനാൽ തന്നെ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ജൂൺ 15 മിഥുനം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്രകാരം മിഥുന രാശിയിൽ സൂര്യനും ശുക്രനും കൂടിച്ചേർന്ന് ശുക്രാദിത്യ യോഗം രൂപാന്തരം കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് പ്രത്യേകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൂര്യനും ശുക്രനും ചേർന്ന് രൂപം കൊള്ളുന്നതായ ശുക്രാദിത്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ അവസരമാകുന്നു. അതിനാൽ അനുകൂലമായ കാര്യങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ യോഗം രൂപാന്തരം കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ പ്രകടമാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ജോലി മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് എങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ഇത്തരത്തിൽ ശ്രമിക്കുന്നതിലൂടെ അവസരങ്ങൾ കൈവരും. കൂടാതെ ഈ സമയം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ ഒരു സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിലും അതേപോലെ തന്നെ പ്രണയവുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ യോഗത്തിന്റെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നതായ അവസരമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എന്നുകൂടി അറിയുക. എളുപ്പത്തിൽ തന്നെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായ അനുകൂലമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ലാഭകരമായ സമയം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ശക്തമായ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ നടക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അല്പം ചിന്തയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ തട്ടിക്കളയുവാൻ നിങ്ങളുടെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് സാധിക്കും. അതിനാൽ
അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു രാശി കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മിഥുനം രാശിയിൽ ശുക്രനും സൂര്യനും കൂടിച്ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ കുംഭം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നൽകുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പ്രധാനമായും നിങ്ങളുടെ ജാതകത്തിന്റെ 5-ാം ഭാവത്തിൽ ശുക്രാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നതാകുന്നു. അതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളാൽ ഉയർച്ച, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളിലൂടെ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ജീവിതത്തിലേക്ക് സന്തോഷവും ശുഭകരമായ വാർത്തകളും വന്നു ചേരും. ഐശ്വര്യം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഇത്തരത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ച ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ജോലി മാറാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കാം. അവസരങ്ങൾ ശുഭകരമായ അവസരങ്ങൾ വന്നു ചേരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരത്തിൽ അനുകൂലമായ സമയം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ്. തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതായ ഒരു സമയമാണ് ഇത്. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നവരാണ് എങ്കിൽ അഥവാ മറ്റ് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് എങ്കിൽ അത് മുടങ്ങാതെ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും പാൽപ്പായസ വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.